GRWPC കണ്ണൂരിന് 2000. പഠിച്ചു എന്റെ ഒരു വയസ്സ് വെച്ചിട്ട് എനിക്ക് ഒരിക്കലും ജോലി കിട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. എൻ്റെ പേര് സഫാന അഷ്റഫ്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 റെസിഡൻഷ്യൽ വുമൻസ് പോളിടെക്നിക് കോളേജ് പയ്യന്നൂരിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പാസ് ഔട്ടാണ്. ഞാൻ ഇവിടെ സ്മെക്കിൽ ഞാൻ പൈത്തൺ ഫുൾ സ്റ്റാക്കാണ് പഠിച്ചത്. എൻ്റെ പേര് വിഷ്ണുപ്രിയ. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. ഞാൻ സ്മെക്കിൽ പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് കോഴ്സാണ് പഠിച്ചത്. എൻ്റെ പേര് അനുശ്രീ. വീട് കണ്ണൂരാണ്. 2022 കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്ഡ് ഔട്ടായി. സ്മെക്കിൽ ഞാൻ പൈത്തൺ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ 3 പേര് ഒന്നിച്ചായിരുന്നു പഠിച്ചത്. എൻ്റെ ഫ്രണ്ട് ഇവിടെ പഠിച്ചിരുന്നു സ്മെക്കിൽ. അവൾ പ്ലേസ്ഡ് ആയി. അങ്ങനെയാണ് എനിക്ക് സ്മെക്കിനെ കുറിച്ച് അറിയുന്നത്. ഇപ്പം നമ്മൾ വന്നു, നമ്മൾ പ്ലേസ്ഡ് ആയി. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ നമുക്ക് കോഡിങ്ങിനെ പറ്റിയോ പ്രോഗ്രാമിങ്ങിനെ പറ്റിയോ ഒന്നും ഒരു വലിയ ധാരണ ഉണ്ടായിട്ടില്ല. കോളേജിൽ നിന്ന് ജസ്റ്റ് അവിടെ തിയറി പഠിച്ചു, അവിടെ എക്സാം പാസ്സാവാൻ വേണ്ടി ജസ്റ്റ് ബൈഹാർട്ട് പഠിക്കുന്നു, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് കോഡിങ് എന്താണെന്നും പ്രോഗ്രാമിംഗ് എന്താണെന്നും ഒക്കെ മനസ്സിലാക്കുന്നത്. പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടെ ടീച്ചേഴ്സ് ഉണ്ടാവും പറഞ്ഞുതരാൻ. കോളേജിൽ നിന്ന് അധികം ലാബൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഇഷ്ടത്തിൽ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ കോളേജിൽ നിന്നല്ലാണെങ്കിൽ ഫുൾ തിയറി ബേസ്ഡ് ആയിരിക്കുമല്ലോ ക്ലാസ്. ബട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം പ്രാക്ടിക്കലാണ്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ആ ഒരു കോഡിംഗ് ഒക്കെ ചെയ്തിട്ടൊരു എക്സ്പീരിയൻസ് വരും. അപ്പോൾ അത് നമുക്കൊരു ജോലി കിട്ടുമ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി ബെറ്ററായി പെർഫോം ചെയ്യാൻ പറ്റും. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് പ്ലേസ്ഡ് ആവോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എൻ്റെ സ്കില്ല് വെച്ചിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് സാറ് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ഇവിടുത്തെ എല്ലാ സ്റ്റാഫും നമ്മുടെ അടുത്ത് അത്രയും സപ്പോർട്ടിങ് ആയിട്ട് നിന്നിട്ടുണ്ട്. എൻ്റെ ഒരു വയസ്സ് വെച്ചിട്ട് എനിക്ക് ഒരിക്കലും ജോലി കിട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇവിടെ വന്നാൽ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയി. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തതാണ്, പക്ഷെ അവിടുന്ന് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് മോക്ക് ഇന്റർവ്യൂസ് നടത്താറുണ്ട്. ഇതിനു മുമ്പ് ഇന്റർവ്യൂവിന് പോകുന്ന ടൈമിൽ അവിടെ ഫെയിൽഡ് ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ റെസ്യൂമേ ആയിരുന്നു. ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറി, റെസ്യൂമേ ITS ഫ്രണ്ട്ലി ആയി. ഞങ്ങൾ കോളേജ് കഴിഞ്ഞിട്ട് 1 year വർക്ക് ചെയ്തു ചെന്നൈയിൽ. ഒരു ഓട്ടോമോട്ടീവ് ഫീൽഡിലാണ് വർക്ക് ചെയ്തത്. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ 1 year വർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഫ്രണ്ട് ഇവിടുന്ന് അപ്പോഴേക്കും പ്ലേസ്ഡ് ആയി. അപ്പോൾ അവള് വിളിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നത്. ഫ്യൂച്ചറിൽ ഒരു സീനിയർ ഡെവലപ്പർ പൊസിഷനിൽ എത്താനാണ് എനിക്ക് ആഗ്രഹം. എനിക്ക് ഫ്യൂച്ചറിൽ അറബ് കൺട്രീസിലെ ഒരു സീനിയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറായിട്ടാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു ബാക്ക് എൻഡ് ഡെവലപ്പറായി ഒരു സീനിയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ നാളെ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും സ്മെക്ക് റെക്കമെൻഡ് ചെയ്യും. കാരണം എൻ്റെ ഒരു സ്കില്ല് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ സ്കില്ല് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട്, ഇവിടുന്ന് ഇപ്പം പ്രാക്ടിക്കലി ആയാലും ഇപ്പം നമ്മളിപ്പോൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇവിടുന്ന് അത്രയും കിട്ടുന്ന അത്രയും സപ്പോർട്ട്, നമ്മുടെ മോക്ക് ടെസ്റ്റ് ആയാലും റെസ്യൂമയുടെ കാര്യമായാലും, അപ്പം എന്തുകൊണ്ടും നമുക്ക് ഇവിടെ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് ആര് വന്ന് ചോദിച്ചാൽ ഞാൻ സ്മെക്ക് IT ഫീൽഡിലേക്ക് ഒരു ജോലി നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ എന്താ സ്മെക്ക് റെക്കമെൻഡ് ചെയ്യും. കാരണം പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ട് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലേസ് ആണ് സ്മെക്ക്. ഇവിടെ ഞാൻ പ്രസന്റേഷൻ ഒക്കെ എടുത്തിട്ടുണ്ട്, ടോപ്പിക് പ്രസന്റേഷൻ, പിന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു കോൺഫിഡൻസ് വരും. അത് ഇന്റർവ്യൂവിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഓൾറെഡി ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയി. എന്നിട്ടും നമുക്ക് ഇവിടുന്ന് പിന്നെയും വേക്കൻസീസ് വരുമ്പം നമ്മളടുത്ത് അത് ഇൻഫോം ചെയ്യുന്നുണ്ട്. അവിടെ പോയി ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് വിളിച്ച് പറയുന്നുണ്ട്. അപ്പം പ്ലേസ്ഡ് ആയിട്ടും ഇവിടുന്ന് നമുക്ക് നല്ല സപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 4 പേര് ഒരുമിച്ചാണ് പഠിച്ചത്, ഒരുമിച്ചാണ് ഒരു കൊല്ലം വർക്ക് ചെയ്തത്. ഇവിടെ വന്നത് ഒരുമിച്ചാണ്. അപ്പം ഇവിടുന്ന് ഒരു പ്ലേസ്ഡ് ആകുമ്പോഴും നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ 4 പേര് ഒരുമിച്ച് ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരാൾ ഓൾറെഡി പ്ലേസ്ഡ് ആയി, ഇപ്പം പതിയാണ് നമ്മളും പ്ലേസ്ഡ് ആയിട്ടുള്ളത്. അപ്പം അതിൽ സന്തോഷം.